ഹായ് ഹലോ സുഖം തന്നെയല്ലേ. നമുക്ക് റേഷൻ കടയിലെ ആട്ട വെച്ചിന്ന് പെർഫെക്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. ഈ ആട്ട വെച്ച് ചിലപ്പോൾ കുറച്ച് ബലം നമ്മുടെ ചപ്പാത്തിക്കുള്ളതായി തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ മൈദ കുറച്ച് കൂട്ടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ചോട്ടെ. 3.5 നാഴി ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഇനി കുറേശ്ശെ ചൂടുവെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക. നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, ഒട്ടും ചൂടാറരുത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഈ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി എല്ലാതും യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും നല്ല വെള്ളത്തിൽ അങ്ങനെ ഇളക്കി വരുമ്പോഴേക്ക് നമ്മളെ മാവ് അത്യാവശ്യം തണുക്കുകയും ചെയ്യും. നമുക്ക് കൈ കൊണ്ട് പിന്നെ കുഴയ്ക്കാനുള്ളൊരു പരുവായി കിട്ടും ചെയ്യും കേട്ടോ. ഇടയ്ക്ക് പാകമായി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം കേട്ടോ, അപ്പം അറിയാൻ പറ്റുമല്ലോ നമുക്ക്. ഇപ്പോൾ വെള്ളമൊഴിക്കൽ നിർത്താനായി കേട്ടോ. ഇപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുഴയ്ക്കണം. അവസാനം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടൊന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചപ്പാത്തി പരത്തി തുടങ്ങി. ചൂടായ പാനിലേക്ക് ചപ്പാത്തി ഇട്ട് 1 സെക്കൻഡ് കഴിഞ്ഞ് മറിച്ചിടണം കേട്ടോ. മറിച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് അയണിൻ്റെ അതായത് ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ. അത് നല്ല ചൂടുവെള്ളം അതായത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് റൗണ്ട് ചപ്പാത്തിയും കുറച്ച് പോക്കറ്റ് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയത്. ഏത് തരത്തിലുണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ആട്ടപ്പൊടി വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കാതെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റായി കിട്ടാറുണ്ടോ എന്ന് പറഞ്ഞു തരണേ. എനിക്കിങ്ങനെ നല്ല ചൂടുവെള്ളം വെട്ടിത്തിളയ്ക്കണ വെള്ളം അതൊഴിച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മറക്കണ്ട കേട്ടോ. താങ്ക് യു. ചപ്പാത്തിൻ്റെ ഒപ്പം ഒരു മുട്ട റോസ്റ്റും കൂടി ആവാമല്ലേ. അതിനായി 5 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കിഴങ്ങൊക്കെ ഇട്ട് നാളികേരപ്പാലൊക്കെ ചേർത്ത് ഒരു അടിപൊളി മുട്ടക്കറി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടു. ഇനി ഇതൊക്കെ വഴറ്റി തുടങ്ങാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ വേഗം വാടി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തു. സവാളയൊക്കെ നന്നായി വാടി നമുക്ക് തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3 അത്യാവശ്യം മീഡിയം സൈസ് തക്കാളി കേട്ടോ. അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ഇത് വാടി കിട്ടാൻ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് നല്ലത്.
ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ടും വീണ്ടും അടച്ചു വെച്ചിട്ടും അങ്ങനെ നമുക്ക് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കാം. തക്കാളി ഉള്ളി വഴറ്റിയത് നന്നായി വെന്ത് കിട്ടിയാൽ നമുക്കതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണേ. ഇടയ്ക്ക് ഉപ്പും പുളി എരിവൊക്കെ ഒന്നും ഇല്ലേന്ന് നോക്കണം കേട്ടോ. പുളി അഥവാ ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഗ്രേവിയോടെയുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് വിളമ്പുമ്പോൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു.